ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ആ വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ കുട്ടികളെ ദീനി വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന മദ്രസ അധ്യാപകന്മാരുടെ സ്ഥിതി. നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളുടെ വിശ്വാസം, സ്വഭാവം, സാമൂഹ്യ മര്യാദകൾ, ആരാധനാമുറകൾ ഇതെല്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ധർമ്മം നിർവഹിക്കുന്നവരാണ് നമ്മുടെ മദ്രസാധ്യാപകന്മാർ. പക്ഷേ അവരുടെ വ്യക്തിജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വലിയ ഒരു വിഭാഗം ആളുകൾക്കും സ്വന്തമായി വീടുകളില്ല, വാടക വീടുകളിൽ ഞെരുങ്ങി കഴിയുന്നവരാണ്. അതേപ്രകാരം തന്നെ ചിലരെല്ലാം നല്ല വിഷമകരമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. മറ്റു ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അവർക്ക് ഇരുതല മുട്ടിക്കാൻ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. ഭാര്യയും കുട്ടികളും കുടുംബവും മാതാപിതാക്കളും ഒക്കെയുള്ള ഈ മദ്രസാധ്യാപകന്മാർ അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിന്ന് ഇതെല്ലാം പരിഹരിക്കാൻ വളരെ പ്രയാസപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വിഷമമനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന മദ്രസ അധ്യാപകരെ സഹായിക്കുന്നതിന് വേണ്ടിയും വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ വലിയ സംഖ്യ ചികിത്സയ്ക്ക് ആവശ്യം വരുന്ന രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുമെല്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുൻ വർഷങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ഈ വർഷവും ഒരു ഫണ്ട് ശേഖരിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നമ്മുടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ച് പള്ളികളിൽ വെച്ച് ഒരു ഫണ്ട് ശേഖരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കും. വളരെ ജെന്യൂനായിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ആവശ്യത്തിന് ഉള്ള ഫണ്ട് ശേഖരണമായതിനാൽ നിങ്ങളുടെ കയ്യിലുള്ള കാശ് അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയ നല്ല ഒരു കലക്ഷൻ കൊണ്ട് ഏകദേശം 12ഓളം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചു. പല ആളുകളുടെയും രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള വൈദ്യ സഹായം ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഈ ഫണ്ട് കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ സഹായിക്കുന്നവരെ അള്ളാഹു വിട്ടുകളയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബത്തൻ ഫറജല്ലാഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു സഹോദരൻ്റെ കഷ്ടപ്പാട് ഒരാൾ പരിഹരിച്ചു കൊടുത്താൽ പരലോകത്ത് ആ പരിഹരിച്ചു കൊടുത്തവൻ്റെ കഷ്ടപ്പാടിനെ അള്ളാഹു നീക്കിക്കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാന അബ്ദു ഫി ഔനി അഖീഹി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കാൻ തയ്യാറായി പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തയ്യാറായി പ്രവർത്തിക്കുന്ന സഹോദരൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും എന്നൊക്കെ പ്രവാചക വചനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ്, സഹോദരന്മാരും സഹോദരികളും സാധിക്കുന്നവരെല്ലാം അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഒരു നല്ല സഹായം ഈ ഫണ്ടിലേക്ക് നൽകി അത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.